അടുത്ത സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടി ആസൂത്രണം ചെയ്യാൻ കേന്ദ്രം വിവിധ മന്ത്രാലയങ്ങളുടെ യോഗം വിളിച്ചു. വെള്ളിയാഴ്ചയാണ് ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ച യോഗം നടക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ തന്നെ അടുത്ത സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടി ആസൂത്രണം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നത് BJPയുടെ ഒരു കടുത്ത ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. വിവിധ മന്ത്രാലയങ്ങളുടെ യോഗം വിളിച്ചിട്ടുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാനമായി തന്നെ മന്ത്രിതലത്തിലുള്ള യോഗം വിളിച്ചു ചേർത്ത് അടുത്ത സർക്കാർ അധികാരമേൽക്കുമ്പോൾ രൂപീകരിക്കേണ്ട പദ്ധതികൾ, നയങ്ങൾ, 100 ദിന കർമ്മ പരിപാടി അടക്കമുള്ളവ ചർച്ച ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം ഇതേ വിഷയത്തിൽ ചേരുന്നത്. അടുത്ത സർക്കാർ അധികാരമേറ്റ് ആദ്യ 100 ദിനത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള കർമ്മ പരിപാടിയാണ് ചർച്ച ചെയ്യുന്നതിനായാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ വിളിച്ചിരിക്കുന്ന ഈ യോഗത്തിൽ 5 മന്ത്രാലയങ്ങളായിരിക്കും പ്രധാനമായും പങ്കെടുക്കുക. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന 5 മന്ത്രാലയങ്ങൾ, അതായത് ധനം, കോർപ്പറേറ്റ് കാര്യം, വാണിജ്യം, വ്യവസായം, മൈക്രോ, ഇടത്തരം, ചെറുകിട സംരംഭങ്ങൾ എന്നിവയുടെ ചുമതലയുള്ള മന്ത്രാലയ സെക്രട്ടറിമാരുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ചരക്ക് സേവന നികുതി ഘടനയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന കാര്യം ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ IBC മാറ്റങ്ങൾ, അടിയന്തരമായി ഈ കാലയളവിൽ നേരിടുന്ന വെല്ലുവിളികൾ ഉൾപ്പെടെയുള്ളവ ചർച്ചയാകും. ഫെബ്രുവരി 29 പുറത്തിറങ്ങിയ ആദ്യ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7.6% പ്രവചിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ, അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ അടക്കമുള്ള വിശദമായ ചർച്ചകൾ ഈ വെള്ളിയാഴ്ചയുണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.